ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നേ മതിയാവൂ എന്ന് തറപ്പിച്ച് പറയുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പല ഉറപ്പുകളിൽ, വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പശ്ചാത്തപിക്കുവിൻ, ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഈ പങ്കുവച്ചത്. എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവിൻ, അനുഗ്രഹം ലഭിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് തെറ്റുകളായിക്കൊള്ളട്ടെ, അതവിടെ വിഷയമല്ല. പശ്ചാത്തപിക്കുവിൻ. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനങ്ങളിൽ ഉടനീളം പ്രവാചകന്മാരെല്ലാവരും തന്നെ പശ്ചാത്തപിക്കുവിൻ എന്ന് പറയുക. സ്നാപയോഹന്നാൻ വന്നപ്പോൾ പശ്ചാത്തപിക്കുവിൻ. ഈശോ മിശിഹായും ആരംഭിച്ചത് അങ്ങനെയാണ്, പശ്ചാത്തപിക്കുവിൻ. എനിക്കും ഈ മണിക്കൂറിലെ ആരംഭത്തിൽ പറയാനുള്ളത് അത് തന്നെയാണ്. പശ്ചാത്തപിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ പശ്ചാത്തപിക്കണം? അവിടെയാണ് ഇനി നമ്മൾ ഗഹനമായി, ആഴമായി തിരുവചനത്തിൽ അടിസ്ഥാനം വിട്ടുകൊണ്ട് ഈശോ മിശിഹായിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പശ്ചാത്തപിക്കണം. എങ്ങനെ? ഹല്ലേലൂയ. നമ്മൾ പശ്ചാത്തപിക്കണം. എങ്ങനെ? ഈശോയെ പോലെ. ഹല്ലേലൂയ. നമ്മൾ പശ്ചാത്തപിക്കണം, ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഒന്ന് പറഞ്ഞു നോക്കാവോ? നമ്മൾ ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഇത് പറഞ്ഞ്, നമ്മൾ ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഈശോ പശ്ചാത്തപിച്ചോ? ഈശോയ്ക്ക് പശ്ചാത്തപിക്കാനായിട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഈശോയെപ്പോലെ പശ്ചാത്തപിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഈശോയെപ്പോലെ കുമ്പസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുമ്പസാരിച്ചോ? ഈശോ പശ്ചാത്തപിച്ചോ? സ്നാപക യോഹന്നാൻ പശ്ചാത്താപത്തിൻ്റെ അടയാളമായ മാമോദീസ നൽകിയപ്പോൾ അവിടേക്കും ആര് വന്നു? ഈശോ വന്നു. ഹല്ലേലൂയ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബന്ധകുസ്ത വിഭാഗങ്ങളിലുള്ള സഹോദരങ്ങൾ പ്രായപൂർത്തിയാവുമ്പോൾ മാമോദീസ കൊടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അത് മാമോദീസ അല്ലായിരുന്നു, പശ്ചാത്താപത്തിൻ്റെ അടയാളമായിരുന്നു. പക്ഷേ നമ്മൾ മാമോദീസ എന്ന വാക്ക് പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് തിരുവചനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന യാഥാർത്ഥ്യം എന്നിൽ ഉണ്ടാകണം. എന്താണ് യാഥാർത്ഥ്യം? ഞാൻ പശ്ചാത്തപിക്കണം. ആരെ പോലെ? ഹല്ലേലൂയ. ആരെ പോലെ? ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഈശോയെ പോലെ പാപമേറ്റു പറയണം. മാനസാന്തരത്തിൻ്റെ അടയാളമായ നമ്മളെ സംബന്ധിച്ച് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം. ഞാൻ പലപ്പോഴും ഫോണിലൂടെ പലരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എവിടെയെങ്കിലും പോയൊരു ധ്യാനം കൂട്, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ധ്യാന മന്ദിരത്തിൽ പോയൊരു ധ്യാനം കൂട്. വിവാഹം നടക്കുന്നില്ല, മക്കളുണ്ടാകുന്നില്ല, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ. എന്താ കാരണം? ഏത് ധ്യാന മന്ദിരത്തിൽ പോയാലും കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് നവീകരണത്തിലേക്ക് വരുമ്പോൾ
ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്നോട് ചിലർ പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. അച്ഛന് വിവാഹം ഓർക്കുന്നില്ല, ഒരു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ധ്യാനം കൂടണം. ധ്യാനം കൂടിയാലേ പെണ്ണ് കിട്ടുള്ളൂ. ധ്യാനങ്ങളിലൂടെ ബന്ധനങ്ങൾ മാറണം, അഭിഷേകം കിട്ടണം. അതെ, അത് സംഭവിക്കുന്നത് പശ്ചാത്തലത്തിലൂടെയാണ്. അപ്പോൾ ഹല്ലേലൂയ, അപ്പോൾ ഈശോയെ പോലെ പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ ഈശോ എന്തിനെക്കുറിച്ചാണ് പശ്ചാത്തപിച്ചത്? സ്നാപക യോഹന്നാൻ ഈശോ മിശിഹായ്ക്ക് ഒരു പേര് കൊടുത്തായിരുന്നു. എന്താ പേര്? ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് ഈശോ. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നവനാണ് ഈശോ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുവരുന്ന കുഞ്ഞാട്. ഈശോ പശ്ചാത്തപിച്ചു, പാപങ്ങൾ ഏറ്റെടുത്തു. ആരുടെ? നമ്മളുടെ, മനുഷ്യൻ്റെ, ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു. ഹല്ലേലൂയ. ആകയാൽ സഹോദരങ്ങളെ, നമ്മളും പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നുണ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, അങ്ങനെയുണ്ടായി വഴക്ക് കൂടിയ വ്യക്തിപരമായി നിൽക്കുന്നു. അതിലപ്പുറം കടന്നുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട്, സഭയുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട്, ലോകത്തിൻ്റെ പാപങ്ങൾക്കും സഭയുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പശ്ചാത്തപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഇതുവരെ എന്താ പറഞ്ഞത്? അത്ഭുതങ്ങളും അടയാളങ്ങളും തീർച്ചയായിട്ടും ഇതിലപ്പുറം നടക്കും. ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം, സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം എന്ന് പറയുമ്പോൾ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. സഭയിലേക്ക് നോക്കിക്കൊണ്ട് 2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾക്കപ്പുറം കടന്നുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുക, അതിനുവേണ്ടി പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുക എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രകടമായിട്ട് നിൽക്കുന്ന ലോകത്തിൻ്റെ പാപമേതാ? തീവ്രവാദികൾ ചെയ്തു കൂട്ടുന്ന വലിയ പാപം. അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീവ്രവാദികൾ നൈജീരിയയിലേക്ക് ഒന്നുകൂട്ടുന്നു, സിറിയയിലേക്ക് ഒന്നുകൂട്ടുന്നു, ലോകമഹായുദ്ധങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വലിച്ചഴക്കപ്പെടുന്നു. ഇതൊന്നും ഇനി മറച്ചു വെച്ചിട്ട് കാര്യമുള്ള കാര്യങ്ങളല്ല. എങ്കിൽ തീവ്രവാദികളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാനും മധ്യസ്ഥ യാചിക്കുവാനും തയ്യാറാകുമ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് 60, 65, 75 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് തോന്നും, ചത്താ മതിയായിരുന്നു, ഇനി ആർക്ക് വേണ്ടിയാ? തമ്പുരാന് വേണ്ടി ജീവിക്കണം. അബ്രാഹത്തെ വിളിച്ചത് 75 വയസ്സിലല്ലേ? മോശയെ വിളിച്ചത് 80 വയസ്സിലല്ലേ? ജീവിതം ആരംഭിക്കുന്നല്ലോ ഉള്ളൂ. ആ ബോധ്യം വേണം. ഈ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തമ്പുരാന് തോന്നണമെങ്കിൽ തമ്പുരാനെ പോലെ ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് തീവ്രവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പലരും പറയുന്ന ഒരു കാര്യമുള്ള, അച്ചോ പലവരെ ആരോ
പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ആകെ ആകുലതയാ, വിഷമമാ, പ്രയാസമാണെന്ന് പറയുന്നത്. അതെ, ആകുലതയും വിഷമവും പ്രയാസവും ഒക്കെ ആർക്കാ? ബോധമുള്ളവർക്കാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോധമുള്ളവരില്ലാത്തവർക്ക് എന്താ? മദ്യപാനിയായ ഭർത്താവിനെ കുറിച്ച് വികാരിച്ചൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഓ അത് ഞാൻ കുടിച്ച് നശിക്കട്ടെ അച്ചോ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. അതെ, ബോധമുള്ളവർക്ക് വിഷമവും പറയാം. അതുകൊണ്ട് പലരും കുമ്പസാരത്തിൽ പറയുന്നൊരു പാവം അച്ഛ ആകുലതയാ വിഷമോ. ആകുലതയും വിഷമവും പ്രയാസവും ഒക്കെ പുണ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോ മിശിഹ ഗത്സമേൻ തോട്ടത്തിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു? ഹായ് എന്ത് രസം, ഹായ് പറഞ്ഞ് ഡാൻസ് ചെയ്യായിരുന്നോ? അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയെന്നാ പറയുന്നത്. അതെ, ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്ത്, ഭീകരപ്രവർത്തകരുടെ പാപങ്ങളെ ഓർത്ത്, തിരുസഭയിലെ പാപങ്ങളെ ഓർത്ത്, പുരോഹിതരുടെയും സന്യസ്തരുടെയും പാപങ്ങളെ ഓർത്ത് ആകുലപ്പെടണം, പശ്ചാത്തപിക്കണം. ദൈവം അനുഗ്രഹിക്കും. പക്ഷെ അതിനുള്ള ബോധം വേണം. ഭീകരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, ഞാനൊരു 2 വർഷം മുമ്പ് യൂട്യൂബിലൂടെ ഒരു ചെറിയൊരു ഗാനം, 4 വരിയേ ഉള്ളൂ, വെറും 4 വരി. അത് മുഴുവനും നന്നായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല, സമയമുള്ള സമയമൊന്നുമില്ല. നമുക്ക് 11:30 പരിശുദ്ധ കുർബാന ആരംഭിക്കണം. അതിന് ഈ 1 മണിക്കൂറിൽ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ പങ്കുവയ്ക്കും. അപ്പം അതുകൊണ്ട് ചുരുക്കമായിട്ട്, തിരുനീണമൊഴുകട്ടെ ഭീകരരേ വരും, വിമോചിതരാകട്ടെ തിരുനിണത്താ തിരുരക്തത്താ. ഇത് 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇന്നും ആ പാട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്താ വരികൾ? തിരുനിണം ഒഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താൽ തിരുരക്തത്താൽ. ഒന്നുകൂടി പാടാം. തിരുനിണമൊഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താൽ തിരുരക്തത്താൽ. പിന്നെ ഭീകരരെന്ന് പറയുമ്പോഴേ സഭയ്ക്കുള്ളിലുള്ള 2 വിഭാഗമുണ്ട്. ഇവിടെ ഭീകരരാരെങ്കിലും ഇരിപ്പുണ്ടോ? ആരുമില്ല. ഭീകരരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്ക്. ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കുള്ളിൽ 2 തരം ഭീകരരുണ്ട്, സഭയ്ക്ക് പുറമെ 2 തരം ഭീകരരുണ്ട്. ഇതെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഭീകരരുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനും സാധിക്കണം. അപ്പൊ സഭയ്ക്കുള്ളിലെ ഭീകരരാരാണെന്നറിയാവോ? ലോകമഹായുദ്ധം നടക്കുന്നു, മുല്ലപ്പെരിയാർ ഡാം ചിലപ്പോൾ പൊട്ടും, ജോലി കിട്ടുന്നില്ല, അങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം, 2 കാറും 1 ബൈക്കും വേണം, ഒരാൾക്ക് ജർമ്മനിയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും, ഇനിയിപ്പോൾ യുദ്ധം നടക്കുന്ന ഇസ്രായേലായാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. വേറെ ഒന്നുമില്ല. ഞാൻ പള്ളിയിൽ വരുന്നു, ഞാൻ പോകുന്നു. മാർപ്പാപ്പ എങ്ങനെ ആയിക്കൊള്ളട്ടെ, മെത്രാൻ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അച്ഛന്മാരെങ്ങനെ ആയിക്കൊള്ളട്ടെ, കന്യാസികൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇവിടെ. ഒന്നാമത്തെ ഭീകരരവരാ. അവർ നരകത്തിലേ പോവുള്ളൂ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ലോകം മുടിഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷമതികളായിട്ട് പോകുന്ന ആ ഒരു വിഭാഗം. രണ്ടാമത്തെ ഭീകരര് സഭയ്ക്കുള്ളിലുള്ളവർ, സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുപറ്റി സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവർ. ഇനി സഭയ്ക്ക് പുറമെ മാധ്യമങ്ങളിലൂടെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ഇതിവിടെയൊക്കെ ഉദാഹരണങ്ങളും കഥകളും സംഭവങ്ങളും പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ, 4 ചുരുക്കമായിട്ട് മാത്രം പറയുകയാണ്. 4-മതായിട്ട് തീർച്ചയായും
എല്ലാ തരങ്ങളിലും ആയുധമെടുത്തുകൊണ്ട് അതിക്രൂരമായ പീഡനങ്ങൾ നടത്തുന്നവർ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഈ വരികൾ പാടുമ്പോൾ ഇത് 4 കൂട്ടരെ ഓർത്തേക്കാം. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി, തമ്പുരാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഒന്ന് പാടി നോക്കാം. തിരുനീണമൊഴുകട്ടെ ഭീകരരേ വരും, വിമോചിതരാകട്ടെ തിരുനീണത്താ തിരുരക്തത്താ. പാടി നോക്കിയേ. തിരുനീണമൊഴുകട്ടെ ഭീകരരേ വരും, വിമോചിതരാകട്ടെ തിരുനീണത്താ തിരുരക്തത്താ.